ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാച്ച് ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാച്ച് ഉണ്ട്, പിന്നെ ഒരു പെർഫ്യൂം, ഗാലക്സി, പിന്നെ ഫ്ലവർ, പിന്നെ ബോക്സ് വിത്ത് പിക്ക്. ഇത്രയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഞാനിത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കട്ടിംഗ് മാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ അങ്ങനെ വെച്ച് നോക്കും. ഓരോന്ന് ഏത് രീതിയിൽ വെക്കണം എന്നുള്ളത് ആദ്യം അറേഞ്ച് ചെയ്തെടുക്കും. എന്നിട്ട് ഞാനത് കട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഫോം ഷീറ്റിലാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോന്നും ഞാൻ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 23.5 ഞാനിത് ഓരോ ഓർഡറിൻ്റെയും നേരെ അത് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, എത്രയാണ് അതിൻ്റെ അളവ് എന്നുള്ളത്. നമുക്ക് അടുത്തൊരു ഓർഡർ സെയിം ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മെഷർ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം വരില്ല, എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം വേഗം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളതും 23.5 തന്നെയാണ്. ഇനി നമ്മൾ ഫോം ഷീറ്റിൽ അതിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ 23.5 എന്നുള്ളത്, അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പല സൈഡും പല ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, ചിലത് കുറച്ച് ചെരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാനെങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23.5 നമ്മുടെ അളവ്. ഞാൻ എന്ത് ചെയ്യും, 24 എടുക്കും. കാരണം ഇൻ കേസ് നമുക്ക് എവിടെയെങ്കിലും ചെരിവോ വളവോ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 24 എന്നൊരു മെഷർമെൻറ്റ് ഞാൻ എടുത്ത് വെക്കും. അപ്പോൾ അത് സ്ക്വയറായിട്ട് ഫുൾ 24 എടുത്തിട്ടുള്ളത്. 5 mm വരുന്ന ഫോം ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ ബ്ലേഡ് യൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലേഡ് വെച്ചിട്ടാണ് നല്ലോണം കട്ട് ചെയ്യുക. അത് മുറിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ സ്കെയിൽ അവിടെ നിന്ന് മാറ്റൂ, അതുവരെ അവിടെ നിന്ന് വരച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെരിഞ്ഞു പോകാൻ നല്ല ചാൻസാണ്. നമ്മുടെ കൈയൊന്ന് പാളിയാൽ തെറ്റും, പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഷീറ്റ്. അതുകൊണ്ട് നല്ലോണം അമർത്തി പിടിക്കുക, സ്കെയിലെല്ലാം അമർത്തി പിടിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറ്. സ്കെയിൽ നിന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ അവിടുന്ന് മാറ്റുള്ളൂ. ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 എടുത്തത്, അപ്പോൾ അത് 23 കിട്ടണം. അപ്പോൾ ഞാൻ ഇതിൽ കട്ടിങ് മാറ്റിൽ ഓരോ ലൈനുകൾ കണ്ടില്ല, അതിൽ ഏതെങ്കിലും ലൈനിമ വെക്കും. അപ്പോൾ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലൈനിൻ്റെ അളവ് നമുക്ക് മനസ്സിലാവുമല്ലോ. എവിടെയെങ്കിലും ചെരിവ് നമുക്ക് ആ ലൈനിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ അളവെടുത്ത് നോക്കിയിട്ട് കറക്റ്റ് 23.5 ആക്കിയിട്ട് രണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ചെരിവൊന്നുമില്ല, ഓക്കെ ആണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബേസ് റെഡിയായി, പക്ഷേ 4 സൈഡിലേക്കുള്ള റെഡി ആക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 6.5 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. 4 സൈഡും ഇതുപോലെ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഫ്ലെക്സ് കുക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. കറക്റ്റ് നമ്മൾ ആ അറ്റത്ത് കൊണ്ടുപോയിട്ട് തന്നെ ചെയ്യണം. വെറുതെ സ്പേസ് കളയരുത്, നമുക്ക് വെറുതെ അങ്ങനെ ചെരിഞ്ഞു പോലെ തോന്നരുതല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ തന്നെ നമുക്കിങ്ങനെ വരുന്നത് കാണാൻ പറ്റും. നമുക്ക് അളവ് കറക്റ്റാക്കി വെക്കാൻ പറ്റും. അതിന് സൈഡ് അനുസരിച്ചിട്ട് ഇതുപോലെ തന്നെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ചെരിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് അടുത്ത് കൂടുതലുണ്ടാകും, അപ്പോൾ അതങ്ങനെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ അടുത്ത സൈഡും ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള 2 സൈഡ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എടുത്ത അളവുണ്ടല്ലോ അതായിരിക്കില്ല ഇനി അവിടെ വരിക. കാരണം 2 സൈഡ് നമ്മൾ വെച്ചപ്പോൾ കുറച്ച് പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ ആ ലൈൻ ഇതാ 2 സൈഡിലും ലൈൻ കാണുന്നത്, അതിലേറ്റവും ഫസ്റ്റത്തെ ലൈനിൽ വെച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടേക്കാരം കാണാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു ബ്ലേഡ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിന് അളവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മുന്നേ ചെയ്ത പോലെ തന്നെ ഫ്ലെക്സ് കുക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 4 സൈഡും റെഡി ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ 4 സൈഡും ഒന്ന് വൃത്തിയാക്കി കൊടുക്കും. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഫ്ലെക്സ് ക്യൂക്കിൻ്റെ ബാക്കിയായിട്ട്. അപ്പോൾ അത് ഒലിച്ച് വന്ന് നമ്മുടെ മേത്തൊട്ടോ അല്ലെങ്കിൽ ബോക്സ് നാശമാവും, അങ്ങനെ കുറേ ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ ഒരു തുണി വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് നല്ലോണം തുടച്ചു കൊടുക്കും.
അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ബേസ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഐറ്റംസൊക്കെ ഒന്ന് വെച്ച് നോക്കാം, കറക്റ്റാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഓരോ ഐറ്റംസ് ഇതുപോലെ എടുത്ത് പഴയ പോലെ നമ്മൾ അളവ് എങ്ങനെയാണോ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാണ്ട് പെർഫ്യൂമിനും ഗാലക്സിയുടെയും ഇടയിൽ ക്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, ഒരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു കട്ട് ചെയ്ത ഭാഗം ഫോം ഷീറ്റിൻ്റെ വെച്ച് കൊടുക്കുമ്പോൾ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കരുത്. ഐറ്റംസ് ബോക്സിൽ വെച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കള്ളിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് 23.5 ഉണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ അളവ്, ആ അളവിന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഭാഗം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഇറക്കി വെക്കാൻ നോക്കുമ്പോൾ ഇറങ്ങി പോകില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് മേലെ വെച്ച് കൊടുത്തിട്ട് ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആ ബാക്കി വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇറക്കി വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ട് ഭാഗവും ഫ്ലെക്സ് ക്ലിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ബേസ് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലിഡ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വരുന്ന ഫോം ഷീറ്റിൽ ഇതൊന്നിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിരിക്കണം കേട്ടോ, അതായത് ലൈന് കറക്റ്റായിരിക്കണം. എന്നിട്ട് ബ്ലേഡ് വെച്ചിട്ട് കൈ നമ്മൾ വിടരുത്, വളഞ്ഞു പോവുകയും ചെയ്യരുത്. എന്നിട്ട് ഇതുപോലെ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇത് ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ 4 ഭാഗത്തും 4 ലെറ്റേഴ്സ് എഴുതി കൊടുക്കുക. അത് ഞാൻ ചെയ്യുന്നൊരു ഇതാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറിപ്പോകരുത്, നമ്മൾ കമ്മ്യൂണിറ്റി വെച്ച് ചെയ്ത് കൊടുക്കണോണ്ട്. എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ബ്ലേഡ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടെ ആ സെയിം എങ്ങനെയാണോ നമ്മൾ മറ്റോടത്ത് കൊടുത്തത് അതുപോലെ തന്നെ ആ സെയിം ലെറ്റേഴ്സ് ഇവിടെയും കൊടുക്കുക. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ആ മാർക്ക് ചെയ്ത ഭാഗം സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ലിഡും ബേസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളർ മാർബിൾ ടൈപ്പ് പ്രിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ലേസർ പ്രിൻ്റാണ്. പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ കൊടുത്ത് പ്രിൻ്റ് എടുത്തതാണ്. ഇതിൻ്റെ 4 സൈഡിലും വരുന്ന ഈ വൈറ്റ് ബോർഡർ കട്ട് ചെയ്തെടുക്കണം. ഷീറ്റിൽ നമുക്ക് ലിഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മുടെ ലിഡ് പാർട്ടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 23.5 ആണല്ലോ. അപ്പോൾ അതിൽ 23 എന്നൊരു അളവെടുത്തിട്ട് അല്ലെങ്കിൽ 22.5 എന്നുള്ള അളവെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പ്രിൻ്റ് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ഞാനിങ്ങനെ കുറച്ചധികം ഒന്നും ഉപയോഗിക്കില്ല, കുറച്ച് ഉപയോഗിക്കുള്ളൂ. എന്നിട്ട് ഈ ഫോം ഷീറ്റിൻ്റെ ഒരു ബാക്കി എടുക്കുന്ന പീസുകളെല്ലാം ഉണ്ടാവും, അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതാ നമുക്ക് അവിടെ ഇവിടെയും കൂടുതലായിട്ട് ഫെവിക്കോൾ നിൽക്കില്ല, പാകത്തിന് നിൽക്കില്ല, വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് ഈ പ്രിൻ്റ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ മാത്രമേ വൃത്തിയിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എയർ ബബിൾസ് അവിടെ ഇവിടെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ബോക്സിൻ്റെ 4 സൈഡിലേക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്കിപ്പോൾ കറക്റ്റ് 23.5 ആണെന്നുണ്ടെങ്കിൽ 22.5 മതിയാവും. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്തും നോക്കിയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് 4 സൈഡും ഇതുപോലെ ഫെവിക്കോൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ബോക്സിൻ്റെ 4 സൈഡ് റെഡിയായി. നമുക്ക് ബോക്സിൻ്റെ ലിഡും ബേസും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നല്ലോണം നോക്കിയിട്ട് അതിൻ്റെ 4 സൈഡും ആ ലെറ്റേഴ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ കമിഴ്ത്തി വെക്കുമ്പോൾ റെഡി ആവണം. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് ഒന്ന് കെടുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നീളത്തിൽ സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അത് സൈഡ് ലിഡ് സെറ്റായിട്ട് അവിടെ നിന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിനാണ് ഗ്യാപ്പ് ഒന്നും എയർ പോലും വരാതെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ബോക്സ് ഫുള്ളായിട്ട് സെറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. ബോക്സിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാൻ ഫോട്ടോക്ക് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തതാണിത്. ഇതിൽ വേറെയും വർക്കിൻ്റെ ഫോട്ടോസ് ഉണ്ടാവും. നമുക്ക് ഈ ഒരു ഫോട്ടോയും ഈ ഒരു ക്യാപ്ഷനും ആണ് ഇതിലേക്കായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അത് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇത് ലേസർ പ്രിൻ്റാണ്, ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ
തന്നെ ക്യാപ്ഷനും കട്ട് ചെയ്തെടുത്ത് ഫോട്ടോയും കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇതിൽ സിൽക്കിങ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കൽ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, തെർമോക്കോൾ വെച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് എല്ലാത്തിൻ്റെയും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാ ഐറ്റംസും വെച്ച് ഈ ബോക്സ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിത് പാക്ക് ചെയ്ത് അയക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാക്ക് ചെയ്യണമെന്നുള്ളത് ഞാനൊരു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.